കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. അത് ഹറാമാണ്. മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നോക്കാതെ വെള്ളം എത്തിക്കാൻ കഴിയില്ല എന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടി നോക്കാം. അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം പൊതുവെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഒരു നീണ്ട തുണിക്കഷ്ണം മുകളിൽ ഇട്ടുകൊണ്ടാണ്. വെള്ളം ഒഴുക്കുന്നതൊക്കെ ഈ തുണിയുടെ മുകളിലൂടെയാണ്. അതിനാണ് നേർത്ത ഒരു തുണി വേണം എന്ന് പറയുന്നത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നേർത്ത ഒരു തുണി വേണം. ഔറത്തിന്റെ ഭാഗത്ത് മാത്രം ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കുക, അതിനത് തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടി. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഒരു നേർത്ത തുണി മതി. ഇതിന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുക്കുന്നത്. കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യുറകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങൾ ചുറ്റി മയ്യത്തിനെ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കണം. അതിന്റെ പൂർണ്ണമായ വശം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. പറഞ്ഞുകൊണ്ട് വരുന്നത്, ഔറത്തായ ഭാഗത്തിലേക്ക് തീരെ നോക്കാൻ പാടില്ല. ഔറത്ത് അല്ലാത്ത ഭാഗത്തിലേക്കും നോക്കാതിരിക്കലാണ് സുന്നത്ത്. ഇത് കണ്ടോ, അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, മയ്യത്ത് കാണുന്നതിനെ കുറിച്ച്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് പോലും ഫഖഹാവ് പറയുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് പോലും ഔറത്തായ ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. അല്ലാത്ത ഭാഗത്ത് തന്നെയും നോക്കാതിരിക്കലാണ് സുന്നത്ത്. ഈ ഭാഗങ്ങളൊക്കെ മറച്ചാൽ പോലും മയ്യത്തിന്റെ ഔറത്തല്ലാത്ത ഭാഗത്തിലേക്ക് നോക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് ഫഖഹാവ് പറയുകയാണ്. കുളിപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പോലും ഈ നിലപാടാണ് സ്വീകരിക്കേണ്ടത്.